നിറവേറുകയായിരുന്നു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായുള്ള ബലിയായി ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിലേറി മരിച്ചു. തൻ്റെ മരണത്തിൻ്റെ 3-ാം നാൾ പഴയ നിയമ പ്രവചനങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഭൂമിയിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യക്ഷപ്പെടുകയും 40-ാം നാൾ പിതാവിൻ്റെ പക്കലേക്ക് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഈ രക്ഷാകര ചരിത്രത്തിലെ ചില ഏടുകൾ നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഹേ പടയാളികളെ, ഈ രാത്രി നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ജീവിച്ചിരുന്നപ്പോൾ ഈ വഞ്ചകൻ താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശരീരം മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയും ചെയ്തേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇല്ല ഇല്ല അങ്ങുന്നേ, അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. അതാ അവിടെ കല്ലറ തുറന്നു കിടക്കുന്നു. കല്ലറ എന്താ തുറന്നു കിടക്കുന്നത്? ഈശോയെ അവർ അവിടെ നിന്ന് മാറ്റിയെന്ന് തോന്നുന്നു. നിങ്ങൾ ഉടനെ പോയി പത്രോസിനെയും യോഹന്നാനെയും മറ്റും ഈ വിവരം അറിയിക്കുക. വേഗം പോകൂ, വേഗം. ഇല്ല, ഇത് സംഭവിച്ചുകൂടാ. എന്തിനവരത് ചെയ്തു? ഇത്രയും നീചമായി അവനെ പീഡിപ്പിച്ചിട്ടും അവർക്ക് മതിയായില്ലേ? അവന്റെ ശരീരം പോലും അവർ ബാക്കി വെച്ചില്ലല്ലോ. ദൈവമേ, എന്തിനവരത് ചെയ്തു? സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? അവർ എന്റെ നാഥനെ എടുത്തോണ്ട് പോയി. അവിടുന്ന് എവിടെയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അങ്ങേക്ക് അറിയുമെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയുക. മറിയം. റബ്ബോനി, റബ്ബോനി. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ നിങ്ങളുടെയും എൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. പിന്നീട് യേശു പത്രോസിനും എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ മരണത്തിന് ശേഷം ഭയന്നിരുന്ന ശിഷ്യന്മാർക്ക് മറ്റു 3 സമയങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നും അവരോട് ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എൻ്റെ സമയമായി. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
നിങ്ങൾക്കായൊരു സഹായകനെ ഞാൻ അയക്കും. നിങ്ങൾ ആത്മാവിനാൽ നിറയും. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ഞാനെന്നും നിങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും.